ഈ വീഡിയോയിൽ കാണുന്ന മഹത് വ്യക്തി ആരാണെന്ന് അറിയാമോ? ഇയാളുടെ ഒന്നല്ല 2 വീഡിയോകൾ വളരെയധികം വൈറലായിട്ടുണ്ട്. ഇയാളുടെ പേര് സുനിൽ കുമാർ പിന്റോ. ബീഹാറിൽ പലതവണ MLA ആയിട്ടുള്ള ആളാണ് കേട്ടോ. ഇത്തവണ അയാൾ BJPയുടെ കാൻഡിഡേറ്റ് ആയിരുന്നു. വീഡിയോ വേറെ ഒന്നുമല്ല കേട്ടോ, ഇയാളും മറ്റൊരു സ്ത്രീ ഭാര്യയല്ല, അവർ രണ്ടുപേരും കൂടെ ഒരു റൂമിൽ കാണിക്കുന്ന വൃത്തികേടുകൾ. നഗ്നനായിരുന്നു കേട്ടോ ഇയാൾ. അത് നമുക്ക് ആ വീഡിയോയുടെ ഒരു ചെറിയ ഷോട്ട് പോലും ഇവിടെ കാണിക്കാൻ പറ്റില്ല, അത്ര വൃത്തികേടാണ്. ഓക്കെ, ഇയാളെ പറ്റി എന്തിനാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്? ഇയാൾ ഈ കഴിഞ്ഞ ബീഹാർ ഇലക്ഷനിൽ ഇയാൾ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. ഇയാളെ പോലും ഒരു വൃത്തികെട്ട ആളെ കാൻഡിഡേറ്റ് ആക്കി. ഇയാൾക്ക് വേണ്ടി ഇലക്ഷൻ പ്രചരണം ചെയ്യാമെന്ന ആള് വേറെ ആരുമല്ല, നമ്മുടെ രാജ്യത്തിൻ്റെ ഹോം മിനിസ്റ്റർ അമിത്ഷാ. അമിത്ഷാ പറഞ്ഞു നോക്കി കേൾക്കാം. എൻ്റെ സുഹൃത്ത് പിന്റോയെ ജയിപ്പിക്കണമെന്ന് അമിത്ഷാ കേണപേക്ഷിക്കുക. പക്ഷെ ബീഹാറിലെ ജനങ്ങൾ എന്തെന്നറിയാമോ? ഇയാളെ ജയിപ്പിച്ചു. ഏതാണ്ട് 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടുകൾ നൽകി ഇയാൾ വീണ്ടും ജയിപ്പിച്ചു. എങ്ങനെ വന്നോ? ഇയാൾ ഇലക്ഷന് മത്സരിച്ച മണ്ഡലം, അതിൻ്റെ പേരാണ് സീതാമാരി. സീതാമാരി എന്ന് പറഞ്ഞൊരു പുണ്യഭൂമിയാണ്. നമ്മുടെ സീതാദേവി ജനിച്ച സ്ഥലമാണ് സീതാമാരി. എങ്ങനെ നന്നാവും? ഇയാളെ ഇതുപോലൊരു വൃത്തികെട്ടവനെ ഒരു കാൻഡിഡേറ്റ് ആക്കി എന്നുള്ളത് ആദ്യത്തെ വൃത്തികേട്. ഇമാതിരി ഒരു നാറിക്ക് പ്രചരണം നടത്താൻ വേണ്ടി ഹോം മിനിസ്റ്റർ വരുന്നു എന്നുള്ളത് മറ്റൊരു വൃത്തികേട്. പക്ഷേ ഏറ്റവും വലിയ വൃത്തികേടുണ്ട് കേട്ടോ, ജനങ്ങൾ കാണിച്ചാണ് കേട്ടോ. ഇതുപോലൊരു ഊളക്കി വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു എന്നുള്ളത്. ഇനി ഈ ഫോട്ടോയിൽ കാണുന്ന ആരെന്നറിയാമോ? ഇതാണ് KC സിൻഹ. ഇയാൾ ഒരു എഡ്യൂക്കേഷനിസ്റ്റാണ്. ഇയാൾ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികൾ ബീഹാറിലെ എല്ലാ തെരുവുകളിലും ഉണ്ട് എന്നാണ് കണക്ക്. എത്രയോ ബുക്കുകൾ, 70-80 ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. നല്ല വീക്ഷണമുണ്ട്, ഒരുപാട് ഐഡിയ ഉണ്ട്, ജ്ഞാനമുണ്ട്, ആൾക്കാരെ സഹായിക്കാനുള്ള മനസ്സുണ്ട്. തോറ്റുപോയി കേട്ടോ, 12,000 വോട്ട് അങ്ങോട്ട് കിട്ടിയുള്ളൂ. എങ്ങനെ നന്നാവും? ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യമുള്ള സംസ്ഥാനം ബീഹാറാണ്. ഒരു 10,000 രൂപ വാങ്ങിച്ച് നക്കിയിട്ട് ഇതുപോലുള്ള നാറുകളെ ജയിപ്പിച്ച ബീഹാർ എങ്ങനെ നന്നാവും? ഇപ്പോൾ എവിടെ കിടക്കുന്നോ അവിടെ നിന്ന് താഴോട്ടല്ലാതെ മുകളിലോട്ട് വരാനായിട്ടുള്ള ഒരു രക്ഷയും ഞാൻ എന്തായാലും കാണുന്നില്ല. അത്രേ പറയാനുള്ളൂ. ബൈ.